വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 മരണം. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടി. തൊടുപുഴ, കുടയത്തൂർ, അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട്ടമ്മ മരിച്ചു. 7-ാം വാർഡിൽ മഷിക്കല്ലേൽ സുമതിയാണ് മരിച്ചത്. ആണല്ലേ, ആ ലൊക്കേഷൻ നോക്ക്. അപ്പൊ ഈ ഏരിയയിലുണ്ടാവും. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് അമ്മയും മകനും മരിച്ചു. റജീന, ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. മണ്ണിടിച്ചിലിൽ വീട് പൂർണ്ണമായും ഒലിച്ചു. വാഗമൺ കോലാഹലമേട്ടിൽ ലീലാമണിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരിച്ചു. മലപ്പുറത്ത് ഒഴുക്കിൽപ്പെട്ട 4 വയസ്സുകാരനും ദാരുണാന്ത്യമുണ്ടായി. കനത്ത മഴയിൽ സംസ്ഥാനത്താകെ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. വരും മണിക്കൂറുകളിൽ വടക്കൻ കേരളത്തിൽ മഴ കനക്കാനാണ് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി. 12 ഡാമുകൾ തുറന്നു. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപന ചുമതല. ഇന്നലെ മുതൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വളരെ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട കനത്തതുമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കിയിൽ 3 ഇടങ്ങളിൽ, ഒരിടത്ത് ഉരുൾപൊട്ടലും 2 ഇടത്ത് മണ്ണിടിച്ചിലും, അതുപോലെ തന്നെ കോട്ടയത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന ഉൾപ്പെടെയുള്ള ചെറിയ രീതിയിലും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് കൂടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് പ്രവചനമുള്ളത്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എല്ലായിടത്തും നടത്തിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ 5 ദിവസം മഴ ഉണ്ടാകുമെന്നുള്ള വിവരം ലഭ്യമായതിനെ തുടർന്ന് ജില്ലാ കളക്ടേഴ്സിൻ്റെ മീറ്റിംഗ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ സെക്രട്ടറി നേരിട്ട് തന്നെ വിളിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ജില്ലകളിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് 11 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ മീറ്റിംഗ് ഇന്നും വിളിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയിൽ റാന്നി ടൗൺ മുങ്ങി. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും അരക്കപ്പം വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. കോന്നി, അരുവാപ്പുല്ലം, നെല്ലിക്കാപ്പാറയിലും തേക്കുതോട്, തൂമ്പക്കുളത്തും ഉരുൾപൊട്ടി. ചിറ്റാർ, വായാറ്റുപുഴ, കുളങ്ങരവാലിയിലും ഉരുൾപൊട്ടലുണ്ടായി. പമ്പയിലും കക്കാട്ടാറിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയർന്നു.
മണിയാറിലും ചീലത്തോടിലും വീടുകളിൽ വെള്ളം കയറി. വടശ്ശേരിക്കരയിൽ റോഡ് മുങ്ങി. മഴ ശക്തമായ സാഹചര്യത്തിൽ ആറന്മുള വള്ളസദ്യ ചടങ്ങുകൾ മാത്രമാക്കി. പള്ളിയോടങ്ങളിലെ യാത്ര റദ്ദാക്കുകയും ചെയ്തു. വള്ളിക്കോട് തൃപ്പാറ ക്ഷേത്രത്തിലും വെള്ളം കയറി. ആറന്മുള സത്രത്തിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. ഇവിടെ ചവിട്ടിയായിരുന്നു വെള്ളം വെള്ളം എവിടെ കിടക്കുന്നത്? എരുമേലി ഒരുങ്കൽക്കടവ് പാലത്തിലും വെള്ളം കയറി. എട്ടിയപ്പാറ ഐത്തല റോഡിലടക്കം പല സ്ഥലങ്ങളിലും റോഡിൽ വെള്ളം കയറിയ സാഹചര്യമാണ്. കോഴിക്കോട് മലയോര മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. കാരശ്ശേരി പഞ്ചായത്തിലെ മലാംകുന്നിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് 2 വീടുകൾ തകർന്നു. പോയിക്കോളിട്ടാണ് പോകുമ്പോ തൊണ്ടമാര് വൈമതാടി ഞാൻ ആ വീട് കട്ടപ്പേരായിട്ട് ഞാൻ അക്കടെ പോകും. കാരശ്ശേരി പഞ്ചായത്തിലെ പുല്ലിപ്പൊയിലിൽ അഫ്സത്തിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. മുക്കം കൂടരഞ്ഞി റോഡിലെ കൽപ്പൂരിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. മലബാർ റിവർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള കയാക്കിംഗ് മത്സരങ്ങളും മാറ്റിവെച്ചു. മലയോര മേഖലയിൽ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ വളരെ ശക്തമായി തുടരുകയാണ്. ഓരോ മേഖലയിലും കിട്ടുന്ന റിപ്പോർട്ടുകൾ വളരെ ഭയാനകമാണ്. കാരണം എന്ന് വെച്ചാൽ റോഡിലേക്കും വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന റോഡുകൾ പോലും ഗതാഗതം ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കുട്ടികളൊന്നും പുറത്തിറങ്ങാതിരിക്കാനുള്ള വളരെ ശ്രദ്ധ വേണം. കാരണം റോഡിലും തൊട്ടടുത്തൊക്കെ തന്നെ വെള്ളക്കെട്ട് കൂടിയിട്ടുണ്ട്. ഇലക്ട്രിക് ലൈനുകളൊക്കെ തകർന്നു വീഴുന്നുണ്ട്. അതിന്റെ ഭാഗമായി കറണ്ടിന്റെ ഇഷ്യൂ, ഇലക്ട്രിക്കലായിട്ടുള്ള ഷോക്കിങ്ങിന്റെ സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വെള്ളക്കെട്ടിലേക്കൊക്കെ ഇറങ്ങുകയും ഇലക്ട്രിക് പോസ്റ്റുകളും കമ്പികളും പൊട്ടി വീഴും ഓടി ചെല്ലുമ്പോഴൊക്കെ KCB ആയി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ പോകാവൂ. അതോടൊപ്പം തന്നെ നമ്മുടെ പുഴയ ഒരു സൈഡിലൊക്കെ താമസിക്കുന്നവർ പുഴയോരത്തൊക്കെ വെള്ളം കയറുന്നതിൻ്റെ പേരിൽ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരോടും റവന്യൂ അതുപോലെ തന്നെ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടെല്ലാം അടിയന്തരമായി ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും മാറ്റി പാർപ്പിക്കേണ്ടത് മാറ്റി പാർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആനക്കമ്പൽ പ്രദേശത്ത് ചപ്പാത്തുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂ ഉണ്ട്. അത് അടിയന്തരമായി ആളുകളോട് മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മേഖലയിലും കിട്ടുന്ന റിപ്പോർട്ട്, ഇപ്പോൾ കോടഞ്ചേരിയിൽ ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ പല മേഖലയിലും വെള്ളം കയറിയിട്ടുണ്ട്. പല ആളുകളും വീടുകൾ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈങ്ങാപ്പുഴയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന രൂപത്തിലേക്ക് വെള്ളം നാഷണൽ ഹൈവേ തന്നെ കയറിയിട്ടുണ്ട്, അത് സ്റ്റേറ്റ് ഹൈവേ തന്നെ കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കയാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ എല്ലാ മത്സരങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ വളരെ അപകട സാധ്യതകളുള്ളതുകൊണ്ട് ഒരാളോട് അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റിയും പോലീസും വളരെ കർശനമായ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ അതിനെ മറികടന്ന് പോയി അപകടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം. ഒരാൾ പോലും അങ്ങോട്ട് പോരുത്. അതിന്റെ കൺട്രോൾ റൂം സംവിധാനങ്ങൾ തുറന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള എക്യുപ്മെന്റുകളും മറ്റു സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ഭയാനകമായ ഒരു സാഹചര്യമാണ്. എല്ലാവരും കരുതലോടുകൂടി ഇരിക്കണം എന്നാണ് പറയാനുള്ളത്. വലിയ തിരുവമ്പാടി മുത്തപ്പൻ പുഴയിൽ പാലം പണി നടക്കുന്നിടത്ത് താൽക്കാലികമായി നിർമ്മിച്ച ചപ്പാത്ത് ഒലിച്ചുപോയി. തുരങ്കപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കുള്ള പാതയാണ് ഇത്. അടിയന്തര ആവശ്യങ്ങൾക്ക് നിർമ്മാണം പാതി വഴിയിലായ പാലം തുറന്നു കൊടുത്തിട്ടുണ്ട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.